നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ 2-3 എപ്പിസോഡിലായിട്ട് സർപ്പൻറ്റൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. അത് കരയിലുള്ള സാധനങ്ങളാണ്, കരയിലുള്ള പൈശാചിക ശക്തികളാണ്. പാമ്പ് മേലെ ചവിട്ടാനുള്ള അധികാരം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ പാമ്പ് എന്ന് പറയുന്ന ഒരു സർപ്പൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ച സർപ്പൻറ്റൈൻ കിങ്ഡം. ഇനിയും നമുക്ക് അറിയാവുന്ന പോലെ ഇനിയും നമ്മൾ വെള്ളത്തിലുള്ളൊരു കിങ്ഡം ഉണ്ട്, അത് മറൈൻ കിങ്ഡമാണ്. 70% വെള്ളമാണല്ലോ ഭൂമിയിൽ ഉള്ളത്. എന്നാൽ ഇതൊരു മറൈൻ കിങ്ഡത്തിൽ അതിൽ വസിക്കുന്നതായിട്ടുള്ള സ്പിരിറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. ഞാൻ ഈ പ്രത്യേകിച്ച് സർപ്പൻറ്റൈൻ സ്പിരിറ്റ് ആയാലും മറൈൻ സ്പിരിറ്റ് ആയാലും ഇതൊക്കെ സംസാരിക്കുമ്പോൾ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതിനും ഒരു ബിബ്ലിക്കലായിട്ട് ഇന്ന വാക്യം ഏതാ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ടില്ല. ഇത് സംസാരിക്കുന്നതൊക്കെ ഈ ഡെമണോളജിയുമായിട്ടുള്ള പല പുസ്തകങ്ങൾ റെഫർ ചെയ്തും 15-16 സെഞ്ച്വറിയിലൊക്കെയുള്ള സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പല പുസ്തകങ്ങളിൽ നിന്നും ഒക്കെയുള്ള റെഫറൻസും ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. എന്നാൽ ബൈബിളിലെ ചില വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതും ഇതിനകത്ത് നമ്മൾ റെഫർ ചെയ്യുന്നതാണ്. ഇതിനകത്ത് തന്നെ പല വ്യൂസ് ഉണ്ട്. നമുക്കിപ്പം ജനറലി അറിയാവുന്ന സാത്താൻ്റെ കാര്യങ്ങൾ ജനറലി അറിയാവുന്നല്ലാതെ ഇനി പല വ്യൂസ് ഉണ്ട്. ഈ വ്യൂസ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബിബ്ലിക്കൽ അല്ലെന്ന് പറയുകയോ ഒക്കെ ചെയ്യാം. ഞാനിതിങ്ങനെ ആദ്യമേ ഇത് പറയുന്ന കാര്യം ആണ്, ഇതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ എന്ന് പറയാൻ പല ബൈബിൾ ടീച്ചേഴ്സ് പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് ചിന്തിക്കാനുള്ളത്, ചില രീതിയിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇതൊരു ഡെലിവറൻസ് തരികയാണെങ്കിൽ, ഞാൻ വീണ്ടും അത് പറയുകയാണ്, ചില രീതിയിൽ ഇത് നിങ്ങളുടെ ജീവിതങ്ങളിൽ ഡെലിവറൻസ് തരികയാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മനുഷ്യൻ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ വേദവിപരീതം പഠിക്കുകയോ ഒന്നുമല്ല. കാരണം പലതായിട്ടുള്ള ചിന്തകൾ, പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. എന്നാൽ നമ്മൾക്ക് കർത്താവിനോട് കുറേ കൂടെ ചേരുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ലൈക്ക്നെസ്സിലോട്ട് വരുവാൻ ഇതെന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ചിന്തകളും ഞാൻ പറയും, അതുകൊണ്ട് ആ ചിന്തകളെല്ലാം നിങ്ങൾ നോക്കണം. പ്രത്യേകിച്ച് ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് എടുത്തു പറയാനുള്ള കാര്യം, അധികം അതിനെക്കുറിച്ച് ആളുകൾ പഠിപ്പിക്കുന്നില്ല. പിശാചിന് പല ഫോമുകളിൽ വരാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ദൂതന്മാർ പല ഫോമിൽ വരുന്ന പോലെ തന്നെ പിശാചിനും പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ഇത് ഒന്ന്, നേരത്തെ പാമ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്നും ഈ പിശാച് പല രീതിയിൽ കയറി വരും. അതിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പ്രധാനമായിട്ട് ഞാൻ ഈ മറൈൻ സ്പിരിറ്റ് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്ച്വൽ സെൻസുമായിട്ട് ഡീൽ ചെയ്താണ് ഈ മറൈൻ സ്പിരിറ്റ് കാണുന്നത്. അതുകൊണ്ട് ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത ഒരു 3-4 എപ്പിസോഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ശ്രദ്ധയോട് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്കുക, വേണ്ടാത്ത കളഞ്ഞേക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഈ സെക്ച്വൽ സെൻസിന് അഡിക്ഷനായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മറൈൻ സ്പിരിറ്റിൻ്റെ സ്റ്റഡി നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു ഡെലിവറൻസ് വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ സ്പിരിറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മാരേജിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്ച്വൽ ലൈഫിലും ഒക്കെയാണ്. ഇത് ദൈവദാസന്മാർ ഒരുപാട് പേര് ഇന്ന് ഇമ്മൊറാലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ മറൈൻ സ്പിരിറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് എത്രയും പഠിക്കുക. നമുക്ക് ഇഗ്നോറൻസ് ഉണ്ടായാൽ, അയ്യോ ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണ്, ബൈബിൾ ഇത് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ പലപ്പോഴും എന്താണ്, ഈ മറൈൻ സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ കയറി നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ സോളിനെ അഫക്റ്റ് ചെയ്യും, ഫോക്കസ് നഷ്ടപ്പെടും. ഈവൻ നമുക്കറിയാം, ഡെമൺ ക്യാൻ പൊസസ് അസ് ഈവൻ ത്രൂ ഡ്രീം. നമ്മളെ ഡ്രീമിൽ കൂടി പോലും ഈ ഡെമണ് നമ്മളെ പൊസസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സെക്ച്വൽ ആക്ടിവിറ്റീസിൽ പോലും ഇത് കയറുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പൈശാചികമായിട്ടുള്ള അറ്റാക്ക്, ദുർനടപ്പ് വഴി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ഈ മറൈൻ കൺട്രോൾ ചെയ്യുമ്പോൾ
അതിൽ നിന്ന് ചിലപ്പോഴേ നമുക്കൊരിക്കലും വിടുവിക്കാനായിട്ട് നമ്മൾക്ക് പറ്റത്തില്ല. നമുക്കതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. എല്ലാ കൈൻഡ്സ് ഓഫ് സെക്ച്വൽ ഇമ്മൊറാലിറ്റി, ഈവൻ പ്രിൻസിപ്പാലിറ്റീസ് വരെ. പ്രിൻസിപ്പാലിറ്റി മീൻസ് അതൊരു അതോറിറ്റിയാണ്, മേളിലുള്ളൊരു അതോറിറ്റിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ പ്രിൻസിപ്പാലിറ്റീസ്, പവർ എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അതെല്ലാം തന്നെ ഈ മറൈൻ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പലപ്പോഴും പല പേരുകൾ പറയുന്നുണ്ട്. വേൾഡ് ക്യൂൻ ഓഫ് ദ കോസ്റ്റ്. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പഴയ സമയങ്ങളിൽ ആളുകൾ വർഷിപ്പ് ചെയ്യുകയും അത് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് വർഷിപ്പ് ചെയ്യും ഒക്കെ ചെയ്ത് ആളുടെ മനസ്സിലുള്ളൊരു ചിന്താഗതി, പ്രത്യേകിച്ച് ഈ ആഫ്രിക്ക അല്ലെങ്കിൽ ആ മെസൊപ്പൊട്ടേമിയ ആ ഭാഗങ്ങളിലെ അന്ന് ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ വിശ്വസിക്കുകയും വർഷിപ്പ് ചെയ്യുകയും ചെയ്താണ് ക്യൂൻ ഓഫ് ദ കോസ്റ്റിനെയൊക്കെ വർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ എവറി കൈൻഡ്സ് ഓഫ് സെക്ച്വൽ ഇമ്മൊറാലിറ്റി അത് മെയിനായിട്ട് ഈ മറൈൻ സ്പിരിറ്റ് ആണ് കൊണ്ടുവരുന്നത്. ഈ മറൈൻ സ്പിരിറ്റിന് വേറൊരു പേര് നമ്മൾ ബൈബിളിൽ പറയുന്നത് ഒരു പേരായിട്ട് നമ്മൾ എടുത്താൽ ലെവിയാഥാൻ എന്നൊക്കെ പറയുന്നത് ആ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു സ്പിരിറ്റാണ്. എന്തിനാണ് ഇത് പഠിക്കുന്നത് ചോദിച്ചാൽ, ഏത് സ്പിരിറ്റാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്കൊരു മോചനം നമുക്ക് കിട്ടുള്ളൂ. അവിടെ ഇന്ന സ്പിരിറ്റാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് ഒരു ഡെലിവറൻസ് അതിനകത്ത് എടുക്കാൻ ആവശ്യമായിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ ബീസ്റ്റ് കെയിം ഫ്രം സീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ നേരത്തെയുള്ള ഇൻ്റർപ്രിട്ടേഷനകത്ത് ഒക്കെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ഇതൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ അതുപോലെ നമ്മൾ എടുക്കാറില്ലല്ലോ, പലപ്പോഴും എടുക്കാറില്ല. ബൈബിള് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകമൊന്നും ആ രീതിയിൽ ആ വേർഡ് വെച്ചിട്ടല്ല ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അത് സി എന്ന് പറഞ്ഞാൽ സംസാരമാണ്, സംസാരം എന്ന് പറഞ്ഞാൽ ലോകമാണ് എന്നൊക്കെയാണ് സാധാരണ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ബീസ്റ്റ് കയറി വരുന്നുണ്ട് സീയിൽ നിന്ന്, അല്ലേ? അതായത് ആരാണ് ഈ ബീസ്റ്റിനെ സീലിട്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു കാര്യം ഓർക്കുക, വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് റൈറ്റ് ടൈം ടു കം ഔട്ട് ഓഫ് സീ. ദ ബീസ്റ്റ് വാസ് ഇൻ ദ സീ. ഈ ബീസ്റ്റ് സീയിലാണ്. ഈ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ഈ ലോകത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ താമസിക്കാതെ പുറത്ത് നിന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ്, സ്വാധീനിക്കുന്ന ഒരു സ്പിരിറ്റ്, അത് സഭയിലുണ്ട്. പുറത്ത് നിന്ന് ഒരു മാനിഫെസ്റ്റേഷൻ ഒന്നും കാണത്തില്ല, പുറത്ത് നിന്ന് ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യും. അത് ഭവനത്തിൽ ചിലപ്പോഴൊരു ഫ്രീക്വൻസീസ് റിലീസ് ചെയ്യും, ഒരു ഡെമോണിക് ഒരു പ്രസൻസ് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഐ നീഡ് എ ഡെലിവറൻസ്. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം, വിശ്വാസികളായി 10-30 വർഷം ബൈബിൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ തന്നെ അവർക്ക് തന്നെ മനസ്സിലാവും എനിക്കൊരു ഡെലിവറൻസിൻ്റെ നീഡുണ്ട് എന്ന്. അതുകൊണ്ട് മറൈൻ സ്പിരിറ്റ് ആർ വെരി ഡേഞ്ചറസ് വൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്പിരിറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഡെമൺസ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഫോം. ടെറസ്ട്രിയൽ ഉണ്ട്, ഈ കാണുന്ന സ്ഥലത്തുണ്ട്. സെലസ്റ്റിയലുണ്ട്, സ്വർലോകത്തിലുണ്ട്. അക്വാറ്റിക് ഉണ്ട്, വെള്ളത്തിലുണ്ട്. അതുപോലെ അതോ ഭാഗങ്ങളിലുണ്ട്. ഇതെല്ലാം തന്നെ പല ടൈപ്പ് ഓഫ് സ്പിരിറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ചില രൂപത്തിലാണ് കാണുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്. യേശു സ്നാനപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ യേശുവിൻ്റെ മുകളിൽ വന്നു. അതുകൊണ്ട് എപ്പോഴും പ്രാവ് കാണുമ്പോൾ അത് പരിശുദ്ധാത്മാവെന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു കാര്യം ഓർക്കണം, പിശാച് നമ്മളെ വഞ്ചിക്കരുത്. പല രീതിയിലുള്ള പിശാച് നമ്മളെ വഞ്ചിക്കും. അപ്പോസ്തലപ്രവൃത്തി 2 ഒരു ശക്തിയുള്ളൊരു കാറ്റോടുകൂടി, ദ ഫോം ഓഫ് വിൻഡ്, ആ രീതിയിൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വിൻഡെല്ലാം തന്നെ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? യെശയ്യാവ് 55 പറയുന്നുണ്ട്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ റെയിൻ. ഒരു മഴ പോലെയാണ് ദൈവത്തിൻ്റെ വചനം വരുന്നതെന്ന് പറയുന്നുണ്ട്.
യെശയ്യാ 55:10-11 വാക്യങ്ങളിലാണ്. അതുപോലെ യെരമ്യാവ് 21 വരുമ്പോൾ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ ഹാമർ, ഒരു ചുറ്റിയ പോലെ വരുന്നു. എഫേസ്യർ 6 അതൊരു സോഡായിട്ട് കാണുന്നു. എബ്രായർ 4 ഒരു സോഡായിട്ട് കാണുന്നു. ഈ ഹോളി സ്പിരിറ്റ് ക്യാൻ ടേക്ക് എ ഫോം. അതുപോലെ തന്നെ ഈവിൾ സ്പിരിറ്റ് ആൾസോ ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ്. അങ്ങനെയാണ് മറൈൻ സ്പിരിറ്റ് എന്നുള്ള രീതിയിൽ അത് കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകം, ഈ യൂദയുടെ ലേഖനം, ഇതിനകത്തെല്ലാം തന്നെ ഏഞ്ചൽസ് ദാറ്റ് ആർ ബൗണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ അശുദ്ധാത്മാക്കളെ ഭൂമിയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇതിൻ്റെ ബേസായിട്ട് പറയുന്ന കാര്യം, ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ചില ആളുകൾ എന്നോട് അത് അങ്ങനെ ഒരു സ്പിരിറ്റ് ഇല്ലെന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയറായിട്ട് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കും. 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു. ഇതിനകത്ത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞൊരു ഭാഗം കിടപ്പുണ്ട്. ഈ ഭാഗത്തിൽ നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത്, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയും. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് കൊണ്ട് ഒരു ആൻസർ ഇട്ടേക്കരുത്. 2-3 എപ്പിസോഡ് കണ്ടിട്ട് ആൻസർ അതിൻ്റെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവപ്പെട്ടു. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതെല്ലാം ഈ ദൈവത്തിൻ്റെ ജനറേഷനിൽ നിന്ന് ദൈവം സെലക്ട് ചെയ്ത ജനറേഷനായിട്ടുള്ള സേത്തിൻ്റെ അതിൽ നിന്ന് വന്ന ആളുകൾ, അവർ ഈ കയീൻ്റെ പുത്രിമാരുമായിട്ടുള്ള വിവാഹം നടന്നു എന്നൊക്കെയുള്ളതാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ഏഞ്ചൽസ് ലെഫ്റ്റ് ദെയർ പ്ലേസ് ആൻഡ് കെയിം ആൻഡ് സ്ലെപ്റ്റ് വിത്ത് ദ ഡോട്ടേഴ്സ് ഓഫ് മെൻ. അങ്ങനെയാണ് അവിടെ ജയൻസ്, താഴെ എഴുതിയിട്ടുണ്ട്, അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. 4-ാം വാക്യം, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഈ മല്ലന്മാർ, ജയൻസ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നെഫ്ലിം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായത് ഈ ഏഞ്ചൽസ് വന്നിട്ട് ഈ മനുഷ്യ സ്ത്രീകളുമായിട്ട് സംഗമിച്ചപ്പോഴാണ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ. ഈ നെഫ്ലിംസ് എന്ന് പറയുന്ന ജയൻസിൻ്റെ മീനിങ് ഫോളൻ ഓൺ എന്നാണ്. ദ വേർഡ് നഫൽ, നെഫ്ലിംസ് എന്നുള്ള നഫൽ എന്നുള്ള വാക്കിൽ നിന്നാണ് ഫോളൻ ഓൺസ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. ഇത് ആ സമയത്തറിയാം, വിക്കഡ്നെസ് കണ്ടമാനം തന്നെ ലോകത്തിൽ വന്നു. ദൈവം ലോകത്തെ മുഴുവനായിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ നോഹയെ മാത്രം ദൈവത്തിന് ഫേവർ തോന്നി. അവിടെ ദൈവം വെള്ളം ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഒരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ നെഫ്ലിംസ് ഉണ്ടായത് ദൈവത്തിൻ്റെ ക്രിയേഷനല്ല. ശ്രദ്ധിക്കുക, ദൈവം ഉണ്ടാക്കിയതല്ല ഈ നെഫ്ലിമിനെ. ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ബിറ്റ്വീൻ ഇമ്മോർട്ടൽ ആൻഡ് മോർട്ടൽ. ഇതൊരു പുതിയൊരു അറിവായിരിക്കും. ഇത് നടക്കത്തില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും. അതിന് നിങ്ങൾക്ക് വാക്യങ്ങളും ഉണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കും. അന്നേരം ഏഞ്ചലിക് ബീയിങ്സ് വന്ന് ഹ്യൂമൻ ആയിട്ട് ചേർന്നു ആണ് നെഫ്ലിം സ്പിരിറ്റ് ഉണ്ടായത്, വിച്ച് വാസ് നോട്ട് ഫ്രം ഗോഡ്. ആൻഡ് ഇറ്റ് വാസ് എ സ്പിരിറ്റ് ദാറ്റ് ഗോഡ് നെവർ ക്രിയേറ്റഡ്. ദൈവം ഒരിക്കലും ഉണ്ടാക്കിയൊരു സ്പിരിറ്റ് അല്ല. ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ദൈവത്തിൻ്റെ ശ്വാസം ഊതി ദൈവത്തിൻ്റെ ഒരു സ്പിരിറ്റാണ് മനുഷ്യനിലുള്ളത്. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അത് തിരിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് പോവും. അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ദൈവത്തിൻ്റെ പുത്രന്മാർ ഭൂമിയിൽ വന്ന്
മനുഷ്യ സ്ത്രീകളുമായിട്ട് അവരെ ബലാത്കാരമായിട്ട് അവരെ ഭാര്യമാരായിട്ട് എടുത്തു എന്നാണ് കാണുന്നത്. എന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു എന്ന് പറയുന്നു. കാരണം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് സെക്സ് ഇല്ല, അവർക്ക് സെക്ച്വൽ അവയവങ്ങളില്ല, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്നെല്ലാം നമ്മൾ ബൈബിൾ പ്രകാരം പല കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ പരീശന്മാരോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ചിന്തിക്കാം. സോ ഇന്ന് ഒരു കാര്യം ഓർക്കുക, ഇറ്റ് വാസ് ദ സ്പിരിറ്റ് ദാറ്റ് ഗോഡ് നെവർ ക്രിയേറ്റഡ്. ദൈവം ഉണ്ടാക്കാത്തൊരു സ്പിരിറ്റാണ്. കാരണം ഇമ്മോർട്ടലായിട്ടുള്ളതും മോർട്ടലായിട്ടുള്ളതോടെ ചേർന്നുണ്ടായ ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിച്ചു, ഫ്ലഡിൽ നശിപ്പിച്ചു. നശിപ്പിച്ചപ്പോൾ ആകെ ശേഷിച്ചത് ആരാണ്? ആകെ ശേഷിച്ചത് ആ സമയത്ത് നോഹയുടെ കുടുംബം ശേഷിച്ചു. ബാക്കി ലോകത്തുള്ള ആ പെട്ടകത്തിലുള്ള മൃഗങ്ങളും എല്ലാം ഉണ്ട്. നോഹയുടെ കുടുംബവും ശേഷിച്ചു. എന്നാൽ ബാക്കിയുള്ള എല്ലാം തന്നെ നശിച്ചുപോയി. നശിച്ചു പോയപ്പോൾ അത് നശിച്ചതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഈ നെഫ്ലിംസും എല്ലാം ഉണ്ട്. അത് നശിക്കാനൊരു റീസണും കൂടെ ഉണ്ട്. അവർ ആ സമയത്ത് ഭൂമിയിൽ ഭക്ഷണമില്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമേ ഉള്ളൂ. എന്നാൽ ഈ പിന്നെ ജയൻസിന് ഒരുപാട് ഭക്ഷണം വേണം. അവർക്ക് മനുഷ്യൻ്റെ ഭക്ഷണം പോലും കിട്ടാനായിട്ടുള്ള പ്രയാസം വന്നു. അത് കഴിഞ്ഞ് മനുഷ്യരെ പിടിച്ച് തിന്നാൻ തുടങ്ങി ഈ നെഫ്ലിംസ്, ഈ ജയൻസ്. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ദൈവം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ട് താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നോഹയ്ക്ക് കൃപ ലഭിച്ചതും നോഹയെ ദൈവം വീണ്ടെടുക്കുന്നു. ഈ സ്പിരിറ്റിനെ ദൈവം ക്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ദൈവം ഇതിനെ കൊന്നുകളഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലഡ് വന്ന് എല്ലാം മരിച്ചു കഴിഞ്ഞപ്പോഴേ വാട്ട് ഹാപ്പൻസ്? ഈ സ്പിരിറ്റ് ദൈവം ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ദൈവത്തിലേക്ക് പോവുകയില്ല. ബിക്കോസ് ദേ ഹാവ് നോട്ട് കം ഫ്രം ഗോഡ്. അവർ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നതല്ല. സോ ദേ കനോട്ട് ഗോ ഫ്രം ദ റെലം ഓഫ് മാൻ. അതായത് ഈ മനുഷ്യൻ്റെ റലത്തിൽ നിന്ന് അവർക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. ദേ ഹാവ് നോട്ട് കം ഫ്രം ദ റെലം ഓഫ് ഗോഡ് ആൻഡ് ഹെൻസ് ദേ കനോട്ട് ഗോ ബാക്ക്. ദൈവത്തിൽ നിന്ന് വരുന്നാത്തതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ പറയുന്നത്, അവസാന റെവലേഷനിൽ പറയുന്നത്, ഈ ലോകത്തെ മുഴുവൻ ദൈവം ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞു. വൈ ഡിഡ് ഗോഡ് വാണ്ട്സ് ടു ഡിസ്ട്രോയ് എർത്ത് ആൻഡ് ഹെവൻ? ദൈവം പറയുന്ന ഐ സോ എ ന്യൂ എർത്ത് ആൻഡ് ന്യൂ ഹെവൻ. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? വെളിപ്പാട് പുസ്തകത്തിലെ. എന്തിനാണ് പുതിയൊരു എർത്തും പുതിയൊരു ഹെവനും ഉണ്ടാക്കുന്നത്? കാരണം ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അവരുടെ ടെറിട്ടറിയാണത്. ദ സ്പിരിറ്റ് ഓഫ് നെഫ്ലിം അത് ഈ ഭൂമിയിലുണ്ട്. ഈ റലത്തിലുണ്ടായ ആത്മാക്കൾ ഇവിടെ വിട്ടുപോയില്ല. അതവരുടെ ടെറിട്ടറിയാക്കി. അവരെയാണ് അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദേ വാണ്ട്സ് ദാറ്റ് ദേ ഹാവ് ടു പവർ ടു പോസസ് എ ബോഡി ആൻഡ് ആൾസോ ദേ ക്യാൻ ടോർമെൻറ്റ് എക്സ്റ്റേണലി. അവർ വെള്ളത്തിലുള്ള വെള്ളം ഇങ്ങനെ മൂടിക്കിടക്കല്ലേ, വെള്ളത്തിൽ പല ജീവികളുമുണ്ട്. ആ ജീവികളിൽ അവർ പൊസസ് ചെയ്തു ഈ അൺക്ലീൻ സ്പിരിറ്റ്. അതാണ് മറൈൻ സ്പിരിറ്റ് എന്ന് പറയാനുള്ള റീസൺ. അവർ തിരിച്ച് ദൈവത്തിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ദേ ആർ ഇമ്മോർട്ടലും മോർട്ടലും തമ്മിലുള്ളതാണ്. അതെങ്ങനെ ഉണ്ടായെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. സെയ്റ്റന് ഓംനി പ്രസൻറ്റ്, എല്ലായിടും ഓംനി പ്രസൻറ്റ് ഒന്നുമല്ല. അവൻ ഓരോരുത്തർക്ക് ഡിപ്ലോയ് ചെയ്യാണ്. ഹീ ഈസ് നോട്ട് ഓൾ നോയിങ്. എല്ലാം അറിയാവുന്ന ഒന്നുമല്ല. സെയ്റ്റൻ എല്ലാം അറിയാവുന്ന ഓൺ നോയിങ് അല്ല, ദൈവമൊന്നുമല്ല അവൻ. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെമൺസ് ആണ് അവൻ്റെ കണ്ണുകൾ. സോ നെഫ്ലിം സ്പിരിറ്റ് ഈസ് കാൾഡ്, ഈ നെഫ്ലിമിൻ്റെ സ്പിരിറ്റിനാണ് നേരത്തെ ഫോളൻ ഓൺ നേഫൽ എന്ന് പറയുന്ന എർത്ത് ബൗണ്ട് ഓൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡ്യൂറിങ് ദ നോഹാസ് ഫ്ലഡ്, ഈ നോഹയുടെ ഫ്ലഡിൻ്റെ സമയത്ത് ഇതെല്ലാം മരിച്ചു. പക്ഷേ ഈ സ്പിരിറ്റ് ഈ ലോകത്തിൽ കണ്ടിന്യൂ ആണ്. ദേ പൊസസ് ആസ് ലെവ്യാഥാൻ.
ഇയ്യോബിൻ്റെ പുസ്തകം 41 തൊട്ടുള്ള വാക്യങ്ങളിലെ ആ ചാപ്റ്റർ മുഴുവൻ ഈ ലവ്യാഥാനെ കുറിച്ച് പറയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ റെഫറൻസസ് ഒരുപാടുണ്ട്. അതിനകത്ത് ഞാൻ അതിലേക്ക് കാര്യമായിട്ട് കയറുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാ സ്ട്രോങ് മാനും ഫെയിലാവുന്ന ഒരു പിശാചാണ് ഈ ലവ്യാഥാൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഗോഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്ന് പറഞ്ഞ് ഒറിജിനേറ്റഡ് ഫ്രം സിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ദാഹോൻ എന്ന് പറയുന്ന ഡാഗൺ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ്. അത് ജഡ്ജസ് ന്യായാധിപന്മാർ 16:23 തൊട്ട് 30 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അല്ല, ഗോഡ് ഓഫ് ഫിലിസ്ത്യൻസിനെ കുറിച്ച് 1 ശമൂവേൽ 5:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ റെഫറൻസിന് വായിച്ചു നോക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കയറുന്നില്ല. പകുതി മനുഷ്യൻ പകുതി ഫിഷ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗോഡ് ഓഫ് ഫിലിസ്ത്യൻസ് അവരൊക്കെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ പീപ്പിൾ ഓഫ് നിനവയിലുള്ള ആളുകൾ ഈ ഓഷ്യനെയും സീയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഉള്ളതാണ് ഈ വെള്ളത്തിലുള്ള സ്പിരിറ്റാണ് ഒക്ടോപ്പസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ് സ്പിരിറ്റ്. 8 ടെൻറ്റക്കിളുണ്ട് അതിന്. ഈ ടെൻറ്റക്കിളിലെല്ലാം തന്നെ ഓരോ ബ്രെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു അൺക്ലീൻ സ്പിരിറ്റാണ് നമ്മളിപ്പം വെള്ളത്തിലെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഫ്രോഗ് സ്പിരിറ്റ്. ഈ ഫ്രോഗ് സ്പിരിറ്റ് ഒരിക്കലും ആളുകൾ മുമ്പോട്ട് പോകാനായിട്ട് സമ്മതിക്കത്തേയില്ല. ഇതെല്ലാം തന്നെ ഈ നെഫ്ലിം എന്ന് പറഞ്ഞ സ്പിരിറ്റിൽ നിന്ന് വന്നാണ്. നെഫ്ലിം എന്ന് പറഞ്ഞത് ശരിക്കും ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഫോളൻ ഏഞ്ചൽസ് പ്ലസ് ഹ്യൂമൻ. നെഫ്ലിം ചത്തപ്പോൾ അതിൻ്റെ സ്പിരിറ്റ് ഭൂമിയിലുണ്ട്. ഇത് ഒരിക്കലും തന്നെ ഈ മറൈൻ കിങ്ഡത്തിൽ നിന്ന് ഇത് അനിമൽസിൽ പൊസസ് ചെയ്യും. ഇത് കരയ്ക്ക് കയറി അനിമൽസിൽ പൊസസ് ചെയ്യും. ഇത് ഹ്യൂമനിൽ പൊസസ് ചെയ്യും. അതവനെ ഡിഫൈൽ ചെയ്യും. ഇതിനകത്തൊക്കെ ഈ സെക്ച്വൽ സിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു സ്പിരിറ്റാണ് ഈ മറൈൻ സ്പിരിറ്റ്. എന്ന് വെച്ചാൽ യു കനോട്ട് കൺട്രോൾ ഇറ്റ്. നമുക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മുടെ ലൂസിങ് യുവർ മൈൻഡ് കൺട്രോൾ കളയുന്ന ഒരു സ്പിരിറ്റ്, ഉറങ്ങുമ്പോഴുള്ള സെക്ച്വൽ സിൻസ് തരുന്നൊരു സ്പിരിറ്റ്. ഈ ഒരു സ്പിരിറ്റ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. ഇതിനെ ഈ തിയറി നമ്മൾ 2-3 തിയറീസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്ന് ഞാൻ പറയും. നിങ്ങളിത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഞാൻ എൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. മറൈൻ സ്പിരിറ്റ്, ഹൗ ഇറ്റ് കെയിം, എന്തുകൊണ്ടാണ് ഇത് ഭൂമിയിൽ നിൽക്കുന്നത്, ഇത് പോകാതെ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. മറൈൻ സ്പിരിറ്റ് എങ്ങനെയാണ് ഉണ്ടായെന്നും പറഞ്ഞു. ഇതിന് ഭയങ്കര ഒരു പവറുണ്ട്. ദിസ് ഈസ് നോട്ട് ഗോയിങ് ബാക്ക്. അത് ഈ ഭൂമിയിലുണ്ട്. ഇതിനി എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത് വരെ ഈ സ്പിരിറ്റ് ഇവിടെ കാണും. ഇതിൻ്റെ സ്പിരിറ്റ്, കാരണം ദൈവം പോലും അതിനെ ബൗണ്ട് ചെയ്യാനായിട്ട് ദൈവം അത് ചെയ്യും. അത് പിന്നെ ചെയ്യും. എന്നാൽ പിശാചിനെ എന്നേക്കുമായിട്ട് പിടിച്ചിടുമ്പോഴേ അതെല്ലാം കട്ടപ്പെടും. അതുവരെ അതിൻ്റെ ഇൻഫ്ലുവൻസ് കാണും. ഇതിന് ഇൻഫ്ലുവൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതലുള്ള സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഇത് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എൻഡ് ടൈംസിലെ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ വരവിങ്കലെ കുറിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ എൻഡ് ടൈംസിലെ നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞില്ലേ. നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞാൽ ഈ ജയൻസും അല്ലെങ്കിൽ ഈ മറൈൻ സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ നാളുകൾ. അത് നോഹയുടെ കാലം അതുപോലെ ആയിരുന്നൊരു സമയമുണ്ട്. നമ്മളിതിൻ്റെ അത് ഡീറ്റെയിൽസിലേക്ക് കയറും. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കയറും. നിങ്ങൾ എന്നോട് ഒപ്പമായിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ട് നിർത്തുകയാണ്. ഈ മറൈൻ സ്പിരിറ്റിനെ ഒരു 2-3 എപ്പിസോഡെങ്കിലും എടുത്തെങ്കിലേ തീരുള്ളൂ. നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. തീർച്ചയായും നമ്മുടെ ചിന്തകൾ ഇന്ന് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഇത് ബിബ്ലിക്കലായിട്ട് പല റെഫറൻസും പറയാനായിട്ടില്ല, എന്നാലും കിട്ടുന്ന റെഫറൻസ് എല്ലാം ഞാൻ പറയും. നിങ്ങളത് ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ മറൈൻ സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോഴേ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഡെലിവറൻസ് എടുക്കുവാൻ ഇത് കേൾക്കുന്നവരെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഇത് വലിയതായിട്ടൊരു ഒരു ഒരു പ്രയാസം ജീവിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റാണ്. അത് ഈ ദിവസങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും
കർത്താവെ ഞങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി കാണുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫോണിൽ വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാം, പ്രാർത്ഥനയ്ക്ക് വിളിക്കാവുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.